ഹെയർ ഫോൾ വല്ലാണ്ട് ഉണ്ടാവുന്നുണ്ടോ നിങ്ങൾക്ക്? മെയിൽസിനാണെങ്കിലും ഫീമെയിൽസിനാണെങ്കിലും ഏറ്റവും വിഷമമുള്ള ഒരു കാര്യമാണ് അല്ലേ മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ പലരും പല തരത്തിലുള്ള എണ്ണകൾ കാച്ചിയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റയൊക്കെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഒരുപാട് എണ്ണയുടെ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഇതൊക്കെ ഒരു എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ എണ്ണ വരട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ഹെയർ ഫോൾ നിൽക്കുമെന്നൊക്കെ. അത് പലരുടെ ഒരു വിശ്വാസം കൊണ്ട് ചിലപ്പോൾ ആ സമയം അവർ കൂടുതൽ പ്രോട്ടീൻ റിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ സ്കാൽപ്പ് കൂടുതൽ ക്ലീൻ ആക്കി വെക്കുന്നുണ്ടാവും. ചിലപ്പോൾ അതൊക്കെ കൊണ്ടാവും അവരുടെ ഹെയർ ഫോൾ കുറയുന്നത്. എണ്ണ മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഹെയർ ഫോൾ കുറയണമെന്നൊന്നുമില്ല. നമ്മൾ ഇൻറ്റേർണൽ ന്യൂട്രീഷനാണ് ഇമ്പോർട്ടൻറ്റ്. അതിന് വേണ്ടത് പ്രോട്ടീൻ റിച്ച് ആഹാര സാധനങ്ങൾ. എഗ്ഗ് യൂസ് ചെയ്യാം, ഫിഷ് യൂസ് ചെയ്യാം, ചിക്കൻ യൂസ് ചെയ്യാം, നട്ട്സ് യൂസ് ചെയ്യാം, ഹെൽത്തി പ്രോട്ടീൻ ഫുഡ് യൂസ് ചെയ്യാം നിങ്ങൾക്ക്. അതുപോലെ നെല്ലിക്ക ഒരുപാട് നല്ലതാണ് ഹെയറിൻ്റെ ഹെൽത്തിനൊക്കെ. നെല്ലിക്ക ഒരു 2 നെല്ലിക്ക ഡെയിലി നിങ്ങൾക്ക് ഉപയോഗിക്കാം. മുരിങ്ങയില ഒരുപാട് നല്ലതാണ്. മുരിങ്ങയില ഇപ്പോൾ മുരിങ്ങയുടെ പ്ലാന്റൊക്കെ വീട്ടിൽ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല കുറച്ച് നിങ്ങളെടുത്ത് നല്ല വെയിലുള്ള സമയത്ത് ഉണക്കി വയ്ക്കുക. ഉണക്കി വെച്ചൊന്ന് പൊടിച്ച് സൂക്ഷിക്കാം. എന്നിട്ട് അതൊരു ടീസ്പൂൺ ആണെങ്കിലും മതി, ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് ഏതെങ്കിലും സമയത്ത് കുടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇന്നത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ സാധാരണ മുരിങ്ങയില തോരനൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കില്ല, അങ്ങനെയാണെങ്കിലും മതി. പക്ഷേ നല്ല ക്വാണ്ടിറ്റിയിൽ കഴിക്കാൻ നോക്കാം. അതുപോലെ മുരിങ്ങയില ഇനി വെറുതെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും കുടിക്കാവുന്നതാണ്, അതിനും പ്രശ്നമില്ല. ഏത് തരത്തിലാണെങ്കിലും മുരിങ്ങയില നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫ്ലാക്സ് സീഡിൽ ഒമേഗ 3 നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ ഫ്ലാക്സ് സീഡ് വറുത്ത് പൊടിച്ച് സൂക്ഷിക്കാം. നെറ്റിയ ബൗൾ തൈര് എടുക്കാം, അതിലേക്ക് ഈ ഫ്ലാക്സ് സീഡ് പൗഡർ ഒരു ടീസ്പൂണ് മിക്സ് ചെയ്തിട്ട് ഏതെങ്കിലും സമയം നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഏത് സമയത്തും യൂസ് ചെയ്യാവുന്നതാണ്. ഹെയർ ഫോൾ നിൽക്കാനായിട്ട് ഒരുപാട് നല്ലതാണ്. അല്ലാതെ പുറമേ നമ്മൾ ഒരുപാട് ലേപനങ്ങളൊന്നും വാരി ഉപയോഗിച്ചു എന്ന് വെച്ചിട്ടൊന്നും നമ്മുടെ ഹെയർ ഫോളൊന്നും കുറയാൻ പോകുന്നില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ജലദോഷം, കഫക്കെട്ട് ഇതൊക്കെ വരുന്നത് കൂടുതലും എണ്ണ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവരിലാണ് കണ്ടുവരുന്നത്. അപ്പോൾ കുറച്ച് നാൾ എണ്ണ ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഇങ്ങനെയുള്ള ഡിസീസിൽ നിന്ന് ഫ്രീ ആവുന്നത് പോലെ നമുക്ക് തോന്നുകയും ചെയ്യും. പിന്നെ ഇടയ്ക്കൊന്ന് യൂസ് ചെയ്ത് കൊടുക്കാം, സ്കാൽപ്പൊന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം വേണമെങ്കിൽ യൂസ് ചെയ്ത് കൊടുക്കാമെന്നേ ഉള്ളൂ. അല്ലാതെ എണ്ണ ഉപയോഗിച്ചു എന്ന് വെച്ചിട്ട് ഹെയർ ഫോൾ കുറയൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയും ഒക്കെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൈഡ്രേഷൻ. വെള്ളം ധാരാളം കുടിക്കുക. വെള്ളം കുടിക്കുന്നതിലൂടെ നമ്മുടെ സ്കിന്ന് എപ്പോഴും സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ടിരിക്കും. അതുപോലെ തന്നെ ഹെയർ ഫോൾ കുറയാനും സ്കാൽപ്പ് ഡ്രൈ ആവാതിരിക്കാനും ഒക്കെ വെള്ളം നല്ലത് തന്നെയാണ്. അപ്പോൾ വെള്ളം കുടിച്ചാൽ മാത്രമേ നമ്മുടെ ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ എല്ലാ ഭാഗത്തോട്ടും, ബോഡിയുടെ എല്ലാ ഭാഗത്തോട്ടും എത്തുള്ളൂ. കാരണം വെള്ളത്തിൽ കൂടെ ആണല്ലോ, ബ്ലഡ് എന്ന് പറയുന്ന വാട്ടർ കണ്ടൻറ്റാണ് കൂടുതൽ, അതിൽ കൂടെ ആണല്ലോ കംപ്ലീറ്റ് ന്യൂട്രിയൻസ് ഇങ്ങനെ ഒഴുകി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം ഇമ്പോർട്ടൻ്റ് ആട്ടോ. വെള്ളം കുടി കുറവുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം കുടിക്കേണ്ടതാണ്.